നമസ്കാരം. കഴിഞ്ഞ ദിവസം വന്ന ഒ പിയിൽ വന്നൊരു പേഷ്യൻ്റ് എൻ്റെ പറഞ്ഞൊരു കമൻറ്റിൽ നിന്നാണ് ഇത് ഡെഫിനറ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ പേഷ്യൻ്റ് ഒ പിയിൽ വന്നു. എനിക്ക് ആദ്യമായിട്ട് കണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. പുറത്ത് ഈ പേഷ്യൻ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഒരു റുമറ്റോളജിസ്റ്റിനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ ഈ പേഷ്യൻറ്റിന് മെത്തോട്രെക്സേറ്റും HCQവും സ്റ്റിറോയിഡും കൊടുത്തിട്ടുണ്ട്. ആ പേഷ്യൻ്റ് ഒരു 3 മാസം അവിടെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അപ്പം ഡയഗ്നോസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് സാമവാദമായിരുന്നു. ഈ മെത്തോട്രെക്സേറ്റും HCQവും സ്റ്റിറോയിഡും കൂടി കഴിച്ചപ്പോൾ പേഷ്യൻ്റ് സിംപ്റ്റം കൺട്രോളായി. അത് കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് പറയുന്നത്, ഡോക്ടറെ എനിക്ക് ഈ മെത്തോട്രെക്സേറ്റ് HCQവും വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് ഈ സ്റ്റിറോയിഡ് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറുന്നുണ്ട്. അതുകൊണ്ട് പേഷ്യൻ്റ് എന്ത് ചെയ്തു, ഈ മെഡ്രോളോ അല്ലെങ്കിൽ വൈസ്ലോൺ 5 മില്ലിഗ്രാം ആയിരുന്നു ആ പേഷ്യൻ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. ഈ വൈസ്ലോൺ കഴിഞ്ഞ 6 വർഷമായിട്ട് റെഗുലറായിട്ട് കഴിച്ചു. ബാക്കി ഗുളികൊന്നും വർക്ക് ചെയ്തില്ല. വേറെ പിന്നെ അത് കഴിഞ്ഞും പേഷ്യൻ്റ് ഇടയ്ക്ക് വേറെ 1-2 സ്ഥലത്ത് പോയി, ആരോ അത് ലെഫ്ലൂണമായിട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഇഗർട്ടിമോഡ് കൊടുത്തു, അങ്ങനെ 2-3 ഗുളിക മാറ്റി കൊടുത്തു. പക്ഷേ പേഷ്യൻ്റ് നോക്കുമ്പോൾ ഈ ഗുളിക നിർത്തിക്കഴിഞ്ഞാൽ അസുഖം വരുന്നു. അപ്പോൾ പേഷ്യൻ്റ് വിചാരം എന്താ, മറ്റേ ഗുളികൊന്നും കൊള്ളത്തില്ല ഡോക്ടറെ, ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അസുഖം നല്ല കൺട്രോൾഡാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്താ വരാൻ കാര്യം? അപ്പോൾ ഡോക്ടർ ഒരു ഒപ്പീനിയൻ എടുക്കാം. ഡോക്ടർക്ക് ഇതിനൊപ്പം ആരോ പറഞ്ഞാൽ മതി സ്റ്റിറോയിഡ് കഴിക്കുന്നത് നല്ലതല്ല എന്ന് വേറെ ഇങ്ങനെ ഏതോ മെഡിക്കൽ സ്റ്റോറുകാരൻ പറഞ്ഞു. അതുകൊണ്ട് ഡോക്ടറൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പോൾ എന്താണ്, അപ്പം സ്റ്റിറോയിഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, സ്റ്റിറോയിഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു, ബാക്കിയുള്ള ഗുളികൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ പേഷ്യൻ്റ് സ്റ്റിറോയിഡ് നിർത്താൻ പറ്റാത്തത്? ഈ സ്റ്റിറോയിഡിൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്കറിയാം, ഒരു 1930-കളിൽ, അതായത് ഒരു 100 വർഷം മുമ്പാണ് ഹെഞ്ച് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അമേരിക്കയിൽ ഇത് ആദ്യം ഡിസ്കവർ ചെയ്തത്. അത് കഴിഞ്ഞ് സ്റ്റിറോയിഡുകൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഓടി നടന്നു തുടങ്ങി വളരെ പെട്ടെന്ന്. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു 1950s നോബൽ സമ്മാനം വരെ കൊടുത്തു അതിന്, ഈ സ്റ്റിറോയിഡിൻ്റെ ഡിസ്കവറിക്ക്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്യൂർ ആയിരുന്ന ആൾക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്ത് പറ്റി, സ്റ്റിറോയിഡ് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്ന ആൾ കിടന്ന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻ്റ് 2 ആഴ്ച കഴിയുമ്പോൾ ഓടി നടക്കുക, ഒരു പ്രശ്നമില്ല, അസുഖമെല്ലാം കൺട്രോളായി. പക്ഷേ എന്താ പറ്റുന്നത്, ഈ സ്റ്റിറോയിഡിൻ്റെ ലോങ് ടേം ടോക്സിസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. 1-2 വർഷം കഴിയുമ്പോൾ അവിടെ എല്ലുകൾ ഒടിയുന്നു, അവിടെ കണ്ണിൽ കാറ്ററാക്റ്റ് വരുന്നു, പലതരത്തിൽ ഇൻഫെക്ഷൻ വരുന്നു, ആവശ്യമില്ലാതെ വെയിറ്റ് വയ്ക്കുന്നു. അപ്പം സ്റ്റിറോയിഡുകൾ എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ടുള്ള മെഡിസിനാണ്, പക്ഷേ അതിൻ്റേതായ സൈഡ് എഫക്റ്റുകളുണ്ട്. അപ്പം അമിത ഉപയോഗം, സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അപ്പം സ്റ്റിറോയിഡുകൾ ഇന്നത്തെ സ്ഥാനം എന്ന് പറയുന്നത് റുമറ്റോളജിയിൽ അത് ഒരു പെട്ടെന്നൊന്ന് അസുഖം ലൂപ്പസ് ഉണ്ട്, SLE ഹാർട്ടിനെയും ലങ്സിനെയും ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കിഡ്നിയെ ബാധിച്ചിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ബ്രെയിനെ ബാധിച്ച് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലത് ഏറ്റവും പെട്ടെന്ന്, കാരണം ജീവൻ രക്ഷാ മരുന്നുകളായിട്ടും പെട്ടെന്ന് വേദന കുറയ്ക്കാനായിട്ടും ഒക്കെ നമുക്ക് സ്റ്റിറോയിഡുകൾ കൊടുക്കാം. പക്ഷേ ലോങ് ടേം സ്റ്റിറോയിഡ്സ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ലോങ് ടേം സ്റ്റിറോയിഡ്സ് അഡ്വൈസബിൾ അല്ല. അപ്പം സ്റ്റിറോയിഡ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് അസുഖത്തെ ഒന്ന് കുറച്ച് തൽക്കാലത്തേക്കൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നു. എപ്പോഴത്തേക്ക് വരെ, ബാക്കിയുള്ള ഡ്രഗ് ആക്ട് ചെയ്യുന്നവരെ. ഇതിനെയാണ് നമ്മൾ ബ്രിഡ്ജ് തെറാപ്പി, പാലം. ബ്രിഡ്ജ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഇപ്പോൾ മെത്തോട്രെക്സേറ്റോ HCQയോ കൊടുക്കുമ്പോൾ അസുഖം ആക്ട് ചെയ്യാനായിട്ട്, ആക്ട് ചെയ്ത് അസുഖം കൺട്രോൾ ചെയ്യാനായിട്ട് യൂഷ്വലി ഒരു 2 മുതൽ 3 മാസം വരെ എടുക്കും. അപ്പോൾ ഈ 2 മുതൽ 3 മാസം വരെ വേറെ ഓർഗനെ അത് ബാധിക്കാം, അല്ലെങ്കിൽ സന്ധികൾ വേദന വന്ന് ആൾക്ക് വേദന സഹിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ സമയത്തേക്ക് കൊടുക്കുന്ന ഒരു ഷോർട്ട് ബ്രിഡ്ജ് പോലെയാണ് സ്റ്റിറോയിഡുകൾ മാക്സിമം കൊടുക്കുന്നത്. അപ്പോൾ ഈ ലേഡിയോട് ഞാൻ പറഞ്ഞൊരു സിമ്പിൾ കാര്യമെന്ന് പറഞ്ഞാൽ, സ്റ്റിറോയിഡ് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അസുഖം കൺട്രോളാകും. പക്ഷേ സ്റ്റിറോയിഡ് കാരണം കുറേ പ്രശ്നങ്ങളുണ്ടാകും. എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഒന്ന്, എല്ല് പെട്ടെന്ന് ഒടിയാം. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഡോക്ടറെ എൻ്റെ എല്ല് ഒടിഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് ദിവസം മുമ്പ് കുളിമുറി തെന്നി വീണിട്ട് എൻ്റെ ഹിപ്പ് ഒടിഞ്ഞിട്ടത് അവസാനം ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. തിമിരം ഉണ്ടാകാം, അവർക്കതും ഉണ്ടായിട്ടുണ്ട്. 2 കണ്ണിൻ്റെയോ ഓപ്പറേഷനും കഴിഞ്ഞു. 3 ഇൻഫെക്ഷൻ ഉണ്ടാകാം, ഇവർക്ക് ഇൻഫെക്ഷൻ വന്ന് പല പ്രാവശ്യം മൂത്രത്തിൽ പഴുപ്പ് വരുന്നുണ്ട്. ഷുഗറിന് മരുന്നും കഴിക്കുന്നുണ്ട്, അതും പലപ്പോഴും ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെയും അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, അവർ വണ്ണം വെച്ചു, മുഖം വീർത്തു. അവർ പറഞ്ഞു, എനിക്ക് 45 കിലോ ഉള്ളതാണ്, ഇപ്പോൾ ഞാൻ 60-62 കിലോ ആയി, ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് മുഖവും ചീർത്ത കുഷിങ്ങോയിഡ് സിൻഡ്രോം എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഇവർക്കെല്ലാം ഒരു സ്റ്റിറോയിഡ് ഓവർഡോസിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇവർ ചിലപ്പോൾ വയസ്സുകൊണ്ട് 5 മില്ലിഗ്രാം കഴിക്കും, ചില ദിവസം 10 മില്ലിഗ്രാം കഴിക്കും. അപ്പോൾ സ്റ്റിറോയിഡ് കുറേ നാൾ കഴിക്കുമ്പോൾ എന്തൊരു സ്റ്റിറോയിഡിൻ്റെ എഫക്റ്റ് പതുക്കെ കുറഞ്ഞു വരും. അപ്പം സ്റ്റിറോയിഡ് മാത്രമേ കഴിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ തെറ്റാണ്. ഒന്നാമത്തെ കാര്യം. വേറെ മരുന്നുകളുണ്ട്, അത് അപ്രോപ്രിയേറ്റ് ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ 90% ആളുകൾക്കും ഗ്രാജുവലി നമുക്ക് സ്റ്റിറോയിഡ് നിർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ലോങ് ടേം സ്റ്റിറോയിഡ് കഴിക്കുന്നവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് സ്റ്റിറോയിഡ് നിർത്താൻ പാടില്ല. കാരണം അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ സ്റ്റിറോയിഡിൻ്റെ ഉൽപ്പാദനം, കാരണം സ്റ്റിറോയിഡ് നമ്മൾ കഴിക്കുമ്പോൾ ബോഡിയിലുള്ള സ്റ്റിറോയിഡിൻ്റെ ഉൽപ്പാദനമില്ല. അതിൻ്റെ കാര്യം വെച്ചാൽ നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥികളുണ്ട്. അഡ്രീനൽ ഗ്രന്ഥികൾ എല്ലാ ദിവസവും സ്റ്റിറോയിഡ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം ബോഡിയുടെ ഫംഗ്ഷൻ സ്റ്റിറോയിഡ് ആവശ്യമാണ്. നമ്മൾ എക്സ്റ്റേണലി ഇപ്പം വൈസ്ലോണ കഴിക്കുമ്പോൾ ഈ അഡ്രീനൽ ഗ്രന്ഥിക്ക് മടി പിടിക്കും, അവൻ സ്റ്റിറോയിഡ് ഉൽപ്പാദിപ്പിക്കില്ല. അപ്പോൾ എന്ത് പറ്റും,
നമ്മൾ സ്റ്റിറോയിഡ് ഒരു ദിവസം കഴിക്കുന്ന നിർത്തിക്കഴിഞ്ഞാൽ ഇവൻ മടി പിടിച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബോഡിക്ക് സ്റ്റിറോയിഡ് കിട്ടുന്നുമില്ല, പുറത്തുനിന്ന് കഴിക്കുന്നുമില്ല, ഈ അഡ്രിനൽ ഗ്രന്ഥി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റും, പെട്ടെന്ന് ഭയങ്കര ക്ഷീണം വരും, BP കുറഞ്ഞു പോകും. അപ്പം സ്റ്റിറോയിഡ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് സ്റ്റിറോയിഡ് നിർത്തരുത്. വീഡിയോ കേട്ടിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഡോക്ടറെ കാണുക, അതിനുശേഷം പതുക്കെ സ്റ്റിറോയിഡ് കുറയ്ക്കാനുള്ള എന്താണ് മാർഗ്ഗമെന്ന് ഒരു നല്ല റുമറ്റോളജിസ്റ്റിനെ കണ്ടാൽ ഡെഫിനറ്റ്ലി നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ ജോയി ചോദിച്ച മറ്റൊരു കാര്യം, ഡോക്ടറെ ഇതാണെങ്കിൽ എനിക്ക് ഒരു ഗുളിക കഴിച്ചാൽ മതി, മറ്റേതാണെങ്കിൽ എനിക്ക് 3-4 ഗുളിക കഴിക്കണ്ടേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോങ് ടേമിൽ നമ്മൾ നോക്കുന്നത് എന്താ, 3 ഗുളികയുടെ എണ്ണമല്ല, നമ്മൾ ടോക്സിസിറ്റി ഇൻഡെക്സാണ് നോക്കുന്നത്. അപ്പം ഇതിൻ്റെ സൈഡ് എഫക്റ്റ്, സ്റ്റിറോയിഡിൻ്റെ ഈ ഒരു ഗുളികയ്ക്ക് വില കുറവാണ്, 2-3 രൂപയേ ഉള്ളൂ. അപ്പോൾ ഒരു മാസം നോക്കുമ്പോൾ ഒരു 100-150 രൂപയുടെ കാര്യമേ ഉള്ളൂ നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഈ സ്റ്റിറോയിഡിൻ്റെ ലോങ് ടേം ടോക്സിറ്റി കൊണ്ട് അതിൽ കൂടുതൽ കാശ് നിങ്ങൾ ചിലവഴിക്കേണ്ടി വരും. മാത്രമല്ല അതിൽ കൂടുതൽ ഗുളികൾ അൾട്ടിമേറ്റ് നിങ്ങൾ കഴിക്കേണ്ടി വരും. കാരണം ഇപ്പം നേരത്തെ നമുക്ക് സ്റ്റിറോയിഡ് ഇല്ലായിരുന്നെങ്കിൽ ഈ പേഷ്യൻ്റ് മെത്തോട്രെക്സേറ്റ് HCQS കഴിക്കേണ്ടി വന്നേനെ, അല്ലെങ്കിൽ സൾഫാസൽസിനും കൂടി കഴിക്കേണ്ടി 3 ഗുളിക കഴിക്കേണ്ടി വന്നേനെ ഒരു ദിവസം, അല്ലെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനായിട്ട് 3-4 ഗുളിക കഴിക്കേണ്ടി വന്നേനെ. ഇത് സ്റ്റിറോയിഡ് മാത്രം പേഷ്യൻ്റ് കഴിച്ചുകൊണ്ടിരുന്നു. പേഷ്യൻ്റ് എന്താ സംഭവിച്ചത്, ഷുഗറിൻ്റെ ഗുളിക കഴിച്ചു, പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നു, 2 ഓപ്പറേഷൻ കഴിഞ്ഞു, എല്ല് മാറ്റി വെച്ചു, കണ്ണിന് പ്രശ്നം വന്നു, പൊണ്ണത്തടിയുമായി. മാത്രമല്ല സ്റ്റിറോയിഡിൻ്റെ എഫക്റ്റ് കുറയും തോറും കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ഗുളികയുടെ എണ്ണമല്ല ഇമ്പോർട്ടൻ്റ്, ഗുളികയുടെ സൈഡ് എഫക്റ്റ്. ടോട്ടലി എന്താണ് ഗുളിക നമ്മൾ സൈഡ് എഫക്റ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പലപ്പോഴും നിങ്ങൾക്കതറിയില്ല. അത് വിദഗ്ധനായ ഒരു റുമറ്റോളജിസ്റ്റിനും ഒരു ഡോക്ടർക്ക് അത് വ്യക്തമായിട്ട് അറിയാം. ആ ടോക്സിറ്റി ഇൻഡെക്സ് വെച്ചിട്ടായിരിക്കും ഡോക്ടർ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഈ സെക്ഷനിൽ വരുന്നൊരു കമൻറ്റാണ്, ഡോക്ടറെ ഞാൻ 8 മില്ലിഗ്രാം പ്രെഡ്നിസോലോൺ കഴിക്കുന്നുണ്ട്, 6 മില്ലിഗ്രാം സ്റ്റിറോയിഡ് കഴിക്കുന്നുണ്ട്, എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക? ആൻസർ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ അസുഖം എന്താണെന്ന് നോക്കുക, നല്ലൊരു റുമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മെഡിസിൻസ് നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകും. പക്ഷേ അത് ഓർക്കേണ്ട ഒരു കാര്യം എന്താ, വാഴയ്ക്കൊരു താങ്ങ് വെക്കുന്ന പോലെയാണ് നമ്മൾ സ്റ്റിറോയിഡ് കഴിക്കുന്നത്. ആ താങ്ങ് ഒരു ദിവസം എടുത്ത് മാറ്റി പെട്ടെന്ന് എടുത്ത് വേറൊരു താങ്ങ് വെക്കാതെ ഇതെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, വാഴ തലയും കുത്തി താഴ്ത്തി. അതുപോലെ സ്റ്റിറോയിഡ് മാറ്റുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അതൊരു നല്ല റുമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ ആകും. പലപ്പോഴും അതിലും ആൾക്കാർ പറയുകയാണ്, ഞാൻ മെത്തോട്രെക്സേറ്റ് കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചു. പലപ്പോഴും അപ്രോപ്രിയേറ്റ് ഡോസിൽ, അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ, അപ്രോപ്രിയേറ്റ് ഡ്യൂറേഷൻ, അതായത് കറക്റ്റ് മരുന്ന് കറക്റ്റ് അളവിൽ ശരിയായ കാലയളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 95% ആളുകൾക്കും സ്റ്റിറോയിഡ് നമുക്ക് നിർത്താൻ തന്നെ സാധിക്കും. ബാക്കി 5%-നും വളരെ ചെറിയ ഡോസിലൊക്കെ ഇത് കൊണ്ടുവരാനും സാധിക്കും.